ഹായ് ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് ഡെയിലി വ്ളോഗ് ഡേ ഇൻ മൈ ലൈഫ് അതൊന്നുമല്ല കേട്ടോ, ഒരു റെസിപ്പി നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്ത് തരാണ്. അതായത് എഗ്ഗ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്യുന്നത്. ഇതൊരു ഗ്രേവി കറിയാണ്. അത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ട, അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു എഗ്ഗിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു എന്താ പറയുക, കടായോ പാനോ എന്താ വെച്ചാൽ വെക്കുക. വെച്ചതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഓക്കെ, വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യം കടുക് താളിക്കും, അതിനുശേഷം വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക, കറിവേപ്പില ചേർക്കുക. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതൊക്കെ ചേർത്തൊന്ന് വഴറ്റുക. പിന്നെ കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മളതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമ്മളതിലേക്ക് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മസാലപ്പൊടികളായിട്ട് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ രണ്ടാം പാല് ചേർത്ത് കൊടുക്കുക. രണ്ടാം പാല് ഞാനിവിടെ ഒരു 1.5 കപ്പോളം രണ്ടാം പാല് ചേർത്തിട്ടുണ്ട്. രണ്ടാം പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം നമ്മളതിലേക്ക് പുഴുങ്ങിയ മുട്ട, ഞാനിവിടെ ഒരു 4 എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് എന്താ പറയുക, കുക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെ രണ്ടാം പാല് മുട്ട ചേർത്ത് കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ഒന്നാം പാലും അതേപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടിയും ചേർത്ത് നമ്മുടെ ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഈ ഒരു റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി, നല്ലൊരു തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുള്ള ഒരു കറിയാണ്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു എഗ്ഗ് കുറുമ എന്ന് പറയാം, അല്ലെങ്കിൽ എഗ്ഗ് മപ്പാസ് എന്ന് പറയാം. ഓക്കെ, അതിൻ്റെയൊക്കെ ഒരു വേർഷൻസ് തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക. നല്ല സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പിയാണ്, നല്ല ടേസ്റ്റി റെസിപ്പിയാണ്. നമുക്ക് എന്തിൻ്റെ കൂടെയും ഇത് പോവും കേട്ടോ. അതായത് ഇപ്പോൾ ചപ്പാത്തിയോ പൊറോട്ടയോ അപ്പോ ഇടിയപ്പോ എന്തായാലും കൂടെ പോവും. ഓക്കെ, അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്ത് കണ്ട് ഫീഡ്ബാക്ക്സ് എന്തായാലും എഴുതി അറിയിക്കണം കേട്ടോ. പിന്നെന്താ, അപ്പോൾ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നല്ല വീഡിയോസുകളൊക്കെ ആയിട്ടും വിശേഷങ്ങളൊക്കെ ആയിട്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.